ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും അട കഴിക്കാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹം. ഉമ്മാൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ ഉമ്മാർ 2 വട്ടം ഉണ്ടാക്കി നോക്കിയിട്ട് ഫ്ലോപ്പ് ആയതാണ്, ശ്രമിക്കണോ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ പോരെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കടയിലേക്കൊക്കെ പോകാനായിട്ട് വയ്യുമ്പോൾ മഴയൊക്കെ അല്ലേ, നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയൊരു വീഡിയോ ആണിത്. എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ച് അത് തിരുത്തി തരേണ്ടതാണ്. ആദ്യം തന്നെ എന്നോട് പറഞ്ഞത് ഈ സാധനത്തിൽ വെള്ളം വറ്റിച്ചെടുക്കാനാണ്. തേങ്ങയിലാണോ ശർക്കര പാനിയിലാണോ എന്ന് എനിക്കറിയില്ല. വെള്ളം വറ്റിച്ചെടുക്കാൻ പറഞ്ഞു. ഞാൻ അതൊക്കെ ചെയ്തിട്ട് എല്ലാം റെഡിയാക്കി ഏലക്കപ്പൊടിയൊക്കെ ഇട്ടിട്ട് മാവ് കുഴക്കാൻ പോയി തിരിച്ചു വന്ന് നോക്കുമ്പോഴത്തേക്കും ഈ സാധനം കട്ടയായിപ്പോയി. ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു, 6-ാം വെച്ചതാണ്. കട്ടയായിട്ട് അനങ്ങളുള്ള കുറേ നേരമായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ഒറ്റമൈനിനെ കണ്ട്, നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വീഡിയോ എടുക്കാൻ വന്നതാണ്. പക്ഷേ ആ ഒറ്റമൈനെ പറഞ്ഞു പോയി ഗൈസ്. പിന്നെ അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത മൈനിനെ കണ്ടിട്ടാണ് പിന്നെയും പണി കയറിയത്. എന്നിട്ട് അത് കട്ടയായി പോയില്ലേ, പിന്നെ എന്ത് ചെയ്യാനാണെന്നൊരു പിടുത്തവും കിട്ടുന്നുണ്ടായില്ല. എന്നിട്ട് ഞാൻ ഗ്യാസ് ഓണാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അടി പിടിച്ചത് പിന്നെയും ഒരുമാതിരിയൊക്കെ ആയി. പിന്നെ ഞാൻ കൈവച്ച് തന്നെ അത് പൊടിച്ചെടുത്ത് അതിനകത്ത് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ കട്ടിയായിട്ടിരിക്കണോണ്ട് അടക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നടുഭാഗത്ത് നിന്ന് പുറത്തേക്ക് തന്നെ ഇത് ഒട്ടണം ഉണ്ടായില്ല. ഇതെന്താ ഒട്ടാണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഗോതമ്പ് ആയതുകൊണ്ടാണ് എന്താണാവോ. പിന്നെ ലാസ്റ്റ് എങ്ങനെയൊക്കെ ഞാൻ ഒട്ടിച്ച് വേവിച്ച് റെഡിയാക്കി എടുത്ത് കഴിക്കാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. കാരണം ശർക്കരയും തേങ്ങയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ടേസ്റ്റിനൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ ആ നടുഭാഗം കണ്ടില്ലേ, അവിടെ ഇങ്ങനെ പൊങ്ങിയിരിക്കണം, അത് അങ്ങനെ കുന്തം പോലെ ഇരുന്നുണ്ടാവും. പക്ഷേ വേവിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി.